നമസ്കാരം. 25 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് 25 ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യ മഹാരാജ്യത്ത് രാജ്യസ്നേഹികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 2025 പറഞ്ഞ് 5 മാസം പിന്നിടുമ്പോൾ 7ഓളം വരുന്ന രാജ്യസ്നേഹികളെ NIA അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്ത 2 പാക് ചാരന്മാർ പഞ്ചാബിൽ നിന്ന് അറസ്റ്റ്. ലക്ഷോർ മാസി, സൂരജ് മാസി എന്നിവരാണ് പിടിയിലായത്. ഈ പിടിയിലായ 2 പേർക്കും പൂർണ്ണാർത്ഥത്തിൽ തുമ്പുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം വാർത്തകൾ ചർച്ചയാകത്തില്ല എന്നുള്ളത് കൗതുകമുണർത്തുന്ന കാര്യമാണ്. സംഭവ സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി പാലാരിവട്ടം ശശി ചേരുന്നു. എന്താണ് പാലാരിവട്ടം ശശി അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിശദമായി പറയൂ. അൻസാരി സാർ, 2025 7ാമത്തെ പാകിസ്ഥാൻ ചാരനാണ് പിടികൂടുന്നത്. ഇതിൽ ജനങ്ങൾക്ക് വലിയ കൗതുകവും ആശങ്കയൊന്നുമില്ല. കുംഭർ നാരായണം മുതൽ അവസാനം കൊച്ചിയിലെ കൽവത്തി സ്വദേശിയായ അഖിൽ ഉൾപ്പെടെയുള്ള 100ഓളം വരുന്ന ആളുകളെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇതിൽ ജനങ്ങൾക്ക് കൗതുകമില്ല. പിന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം, പിടിക്കപ്പെടുന്നവർക്കെല്ലാം പൂർണ്ണാർത്ഥത്തിൽ തുമ്പുണ്ട് എന്നുള്ളതാണ്. തുമ്പില്ലാത്തവരൊന്നും ഇതിൽ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് പഴയ കാലം മുതൽ അവർ അനുഷ്ഠിച്ചു വരുന്ന പാരമ്പര്യമായ വിശ്വാസവും ദൃഢതയുമാണ്. എക്കാലത്തും ഈ തുമ്പ് ഇല്ലാത്ത ആളുകൾ ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ വിശ്വാസത്തേക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എക്കാലത്തും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ തുമ്പുള്ള ആളുകൾ നൈരന്തര്യമായി പിടിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഇതിലൊന്നും ആശങ്കയില്ല. കാരണം ഇത് പാരമ്പര്യമായി ചിലർ ചെയ്യുന്ന കുലത്തൊഴിലാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അനവധി ആളുകൾ, നേരത്തെ പറഞ്ഞ കുംഭർ നാരായണ അടക്കമുള്ള ആളുകളെ ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം അഖിലിലേക്ക് വരെ ഈ കേസ് നീളുന്നു. ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയം എന്തെന്ന് വെച്ചാൽ, ഇത് വല്ല മത്സരമാണോ? പാകിസ്ഥാന് രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്ത് ഏറ്റവും കൂടുതൽ ഒറ്റിക്കൊടുക്കുന്ന ആരാണോ എന്ന മത്സരം വല്ലതും നടക്കുവാണെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ തുമ്പ് ഉള്ളവരല്ലാത്ത ഒരാളെ പിടിക്കപ്പെടുന്നില്ല, എല്ലാം തുമ്പുള്ളവരാണ് എന്നുള്ളത് കൗതുകം ജനിപ്പിക്കുന്നു. രാവും പകലും രാജ്യസ്നേഹവും ദേശസ്നേഹവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് വാക്കിൽ മാത്രമാണ്. പ്രവൃത്തിപഥത്തിലോ തന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ ദേശവികാരം അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്നുള്ളത് കടന്നിട്ടില്ല എന്നുള്ളതും ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള കാപഢ്യമാണ്, അതിനുള്ള മാധ്യമം മാത്രമാണ് ഈ രാജ്യസ്നേഹ പ്രകടനം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ മനസ്സിലാകുന്നു. കാരണം പിടിക്കപ്പെടുന്ന മുഴുവനും തുമ്പുള്ളവരായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. ഇത് മുമ്പ് മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസൂദ്യം വീണ്ടും തുടരുകയാണെന്ന് മാത്രം, ആവർത്തിക്കപ്പെടുന്നു മാത്രം. ഇതിൽ ഒരു കൗതുകമില്ല എന്നാണ് എനിക്ക് ഈ സമയം നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്റെ കാലിൽ കൊതുക് കടിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ കാണാം. ഈ ദുർഘടമായ സാഹചര്യത്തിൽ കാലിൽ കൊതുകടിയേറ്റ് കാലിൽ നിന്ന് രക്തം ചീറ്റുമ്പോഴും നമുക്ക് വിശദമായ വിവരണങ്ങൾ തന്ന പാലാരിവട്ടം ശശിക്ക് നന്ദി. ശശി, വീണ്ടും നമുക്ക് കാണാം. വാർത്തകൾ വിശദമായി. ഈ സമയം മറ്റൊരു രാജ്യസ്നേഹിയുടെ വാർത്ത കൂടി പുറത്തു വരുന്നു. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി, ബീഹാർ സ്വദേശി സുനിൽ കുമാർ റാം അറസ്റ്റിൽ. പാകിസ്ഥാൻ വനിതയ്ക്ക് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതിനാണ് സുനിൽ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടാതെ തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെടാതെ വീഡിയോ കോൾ ചെയ്യാം എന്ന തന്ത്രപ്രധാനമായ വിവരങ്ങളും സുനിൽ കുമാർ റാം പാകിസ്ഥാനി സ്വദേശിക്ക് പങ്കുവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിശദമായ വിവരങ്ങൾ. മറ്റൊരു വാർത്ത കൂടി സമയം പുറത്തു വരുന്നു. അയോധ്യ രാമക്ഷേത്രം തകർക്കുമെന്ന ഭീഷണി, 2 യുവാക്കൾ അറസ്റ്റിൽ, പിന്നിൽ ഗോരക്ഷാ സംഘടനാ നേതാവും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി. മുസ്ലിം പേരിൽ വ്യാജ ഇമെയിൽ ഐഡികൾ ഉണ്ടാക്കി അയോധ്യ രാമക്ഷേത്രത്തിനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കും ബോംബ് ഭീഷണി മുഴക്കിയ 2 യുവാക്കൾ അറസ്റ്റിൽ. യുപിയിലെ ഗോണ്ട ജില്ലക്കാരായ തഹർ സിംഗും പ്രകാശ് മിശ്രയുമാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 2 പേർക്കും പൂർണ്ണാർത്ഥത്തിൽ തുമ്പുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന് യാതൊരു തുമ്പുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. ഇപ്പോൾ ലഭ്യമായ വാർത്ത, പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ പാകിസ്ഥാൻ പതാക സ്ഥാപിച്ച 2 ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ അറസ്റ്റിൽ. സനാതനി ഏകതാ മഞ്ച് പ്രവർത്തകരായ ചന്ദൻ മലഗാർ, പ്രോഗജിത് മോണ്ടൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവർ 2 പേർക്കും പൂർണ്ണമായ തുമ്പുള്ളത് കൊണ്ട് തന്നെ ഈ കേസിന് പിന്നീട് ഒരു തരത്തിലുമുള്ള തുമ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മളെ അറിയിക്കുന്നു. കേരളത്തിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. സ്വന്തം വീട്ടിൽ എങ്ങനെ കഞ്ചാവും MDMA കുടിൽ വ്യവസായം ചെയ്യാമെന്ന് കണ്ടെത്തിയ ഒരു യുവാവിന്റെ കൗതുകരമായ വാർത്ത. കണ്ണൂരിൽ BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവും MDMA പിടികൂടി. ലഹരി സൂക്ഷിച്ചത് പൂജാമുറി. എന്നാൽ കഞ്ചാവിന്റെയും MDMA കുടിൽ വ്യവസായത്തെ സർക്കാർ പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തുന്നു എന്ന വിയോജിപ്പും പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി സമയം പുറത്തു വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രകീർത്തിച്ച കെന്നഡി കരിമ്പങ്കാരയുടെ പ്രഭാഷണം വൈറലാകുന്നു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും.
കെന്നഡി കരിമങ്ങാലയുടെ മോഡി പ്രകീർത്തന പ്രഭാഷണം കേട്ട് രോമണീറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടിയ ആൾക്കാർ ഈ വാർത്ത കൂടി കേൾക്കണം. ഛത്തീസ്ഗഡിലെ കുങ്കുരിയിൽ മലയാളി കന്യാസ്ത്രീക്കെതിരെ മതപരിവർത്തനത്തിന് കേസ്. കോട്ടയം സ്വദേശി ബിൻസിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളായ ബിൻസി വിദ്യാർത്ഥിനിയെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഇന്നത്തെ 25 ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന വാർത്തകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.